പിൻപറ്റണം. അതാണ് ഇപ്പൊ അവര് പറഞ്ഞ് ഉലമാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരാണ് എന്ന് അർത്ഥം വെക്കുകയാണ്. അവിടെയും ഞാനൊന്ന് ഇടപെടുകയാണ്. ആ പറഞ്ഞ സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉലമാഇനെ പിൻപറ്റുക എന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതുമാണല്ലോ പരിശോധിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു സംഭവത്തിലുണ്ടെങ്കിൽ അത് നിങ്ങളല്ലേ കാണിച്ചു തരേണ്ടത്. ഇവിടെ ജീവിച്ച രണ്ടു പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഒന്ന് മഹാനരായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ആലിമാണ് എന്ന കാര്യത്തിൽ ഇവിടെ തർക്കമുണ്ടോ? എന്നല്ല, മഹാനരായ ഉള്ളാൾ തങ്ങളുപ്പാപ്പയുടെ അടക്കം ഉസ്താദല്ലേ അവർ. മഹാനരായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവറുകൾ, അവര് നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദ് ഓക്കെ ഉസ്താദിന്റെ സമീപത്തുനിന്ന് ഞാൻ മുസ്ലിം ഓതിയിട്ടുണ്ട്. അന്ന് എന്നോട് അവര് പറഞ്ഞിട്ടുണ്ട്, ഇ.കെ. അവറുകൾ എന്റെ ഉസ്താദാണ്. ഞാൻ ബാഖിയാത്തിൽ നിന്ന് അവരിൽ നിന്ന് ധാരാളം ഓതിയിട്ടുണ്ട്. അപ്പൊ എ.പി. ഉസ്താദിന്റെ ഉസ്താദാണ് ഓക്കെ ഉസ്താദ്, ഓക്കെ ഉസ്താദിന്റെയും ഉസ്താദാണ് ഇ.കെ. ഉസ്താദ്. അപ്പൊ ഉസ്താദായ ആലിമിനെ പിൻപറ്റണമെന്നത് നിങ്ങൾക്ക് ബാധകമല്ലേ എന്നതുകൂടി ഞങ്ങൾ ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പ്രത്യേകിച്ച് ഉസ്താദുമാരായ ആലിമീങ്ങൾ ഇത് ഞങ്ങളോട് ഉപദേശിക്കാൻ മാത്ര, അതാദ്യം നിങ്ങൾ ചെയ്ത് കാണിച്ചു തരണ്ടേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ ആത്മകഥ പുറത്താവലോടുകൂടെ ഒരുപാട് വിവാദങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം വലിച്ച് പുറത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരു അഹ്സൻ ഉസ്താദിന്റെ ഒരുപാട് ചോദ്യങ്ങളാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം നല്ല വിസ്ഫുടമായ നല്ല രീതിയിലുള്ള ചോദ്യമാണ്. ഈ ചോദ്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മുടെ ഉസ്താദന്മാർക്കാണെങ്കിലും നമ്മുടെ ശിഷ്യന്മാർക്കാണെങ്കിലും എല്ലാവർക്കും, നമുക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാ വിഷയങ്ങളും എല്ലാ നിയമങ്ങളും. അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നീട്ടി സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, മഹാനവറുകൾ സ്ഥാപിച്ച ഇഹ്യാഉസ് സുന്ന എന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ വെച്ച് ഉസ്താദുമാരുടെ മുന്നിൽ വളരെ ആദബോടെ ഗുരുത്വത്തോടെ പഠിച്ച് ആ ഉസ്താദുമാരുടെ വഴിയിൽ ഒരിക്കലും അഹങ്കാരം തോന്നാതെ, അങ്ങനെയാണല്ലോ. ഈ പണ്ടൊരു കുട്ടി പറഞ്ഞിരുന്നു, 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു കുട്ടി പറഞ്ഞിരുന്നു, ഞാൻ പഠിച്ച് 10ാം ക്ലാസ്സിലെത്തി, എന്നെ പഠിപ്പിച്ച മാസ്റ്റർ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ തന്നെ ഉണ്ട് എന്ന്. അപ്പോ ഇതുപോലത്തെ ഒരു കിബറുണ്ട് ചിലപ്പോൾ വരാന്. അതായത് പഠിപ്പിച്ച ഉസ്താദിനെ കാണും, ഈ പഠിച്ച എനിക്ക് വല്ലാതെ തിരിയുമെന്നുള്ളൊരു കിബർ. അങ്ങനത്തെ കിബറൊന്നും ഇല്ലാതെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എത്രയോ ആലിമീങ്ങളെ, അത് ചില പേര് കേൾക്കുമ്പോൾ ചിലർ ഓർമ്മ വരും. അതാണ് അന്നത്തെ പ്രശ്നത്തിന്റെ കാരണം. ഇവിടെ അദ്ദേഹം പറഞ്ഞ പോയിന്റ്, നമ്മൾ ആ വിഷയത്തിലേക്ക് വരിക. പഠിപ്പിച്ച ഉസ്താദുമാരെക്കാൾ വലുതാകാൻ പാടില്ല, കിബർ പാടില്ല. പഠിപ്പിച്ച ഉസ്താദിനോടുള്ള അദബിൽ അവർക്ക് വഴിപ്പെട്ട് ജീവിച്ചോളണം. ഇതല്ലേ നിങ്ങൾ ഇവിടെ പറഞ്ഞു പഠിപ്പിച്ചത്? എങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ട ചില കാര്യങ്ങളും. അതെന്താ? ഇ.കെ. ഉസ്താദ് നിങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദല്ലേ? ഒരാൾക്ക് മാത്രമല്ലല്ലോ, നിയമം എല്ലാവർക്കും ബാധകമല്ലേ. കെ ഹസരത്ത് നേരെ എ.പി. ഉസ്താദിന്റെ ഉസ്താദല്ലേ? കണ്ണിയത്ത് ഉസ്താദ് നിങ്ങളുടെ നേതാക്കളുടെ എല്ലാവരുടെയും ഉസ്താദാണ്, ശരീഅത്തിന്റെ വലിയാണെന്ന് ഒരു കറാഹത്ത് പോലും
ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അഭിപ്രായമുള്ള ആളല്ലേ? എങ്കിൽ അവർ ജീവിച്ചിരിക്കെ അവരൊരു സംഘമായി 40 ആളുണ്ടല്ലോ, അവരൊന്നിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുശാവറക്ക് ബദലായി മറ്റൊരു മുശാവറ ഉണ്ടാക്കാൻ നിലവിലുള്ള സെക്രട്ടറിക്കും പ്രസിഡന്റിനും പിഴവ് സംഭവിക്കണമല്ലോ. വലിയ പിഴവെന്നെ സംഭവിക്കണം. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഉത്തരം പറയ്. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവറുകൾക്ക് ശറഇൽ എന്തു പിഴവാണ് സംഭവിച്ചത്? എന്തിനാണ് നിങ്ങൾ വേറെ മുശാവറ ഉണ്ടാക്കിയത്? ഉസ്താദുമാരെ പിൻപറ്റണം, ഉസ്താദുമാരെ അംഗീകരിക്കണം എന്നു പറയുന്നത് നിങ്ങൾക്ക് ബാധകമല്ലേ? അപ്പൊ മശായിഖന്മാരെ ഭാഗം പറഞ്ഞാലും ഉലമാഇന്റെ ഭാഗം പറഞ്ഞാലും നിങ്ങൾ 0 പോയിന്റിലാണ് എന്ന് തിരിച്ചറിഞ്ഞോളണം. നിങ്ങളെ ജീവിതത്തിൽ ഇതൊന്നും ബാധകല്ലേ? എന്താണ് ഇ.കെ. ഉസ്താദ് അവറുകൾ ചെയ്ത തെറ്റ്? എന്തിനാണ് നിങ്ങൾ ഭിന്നിച്ചത്? എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി? എത്ര മഹല്ലുകളിൽ അടിപിടി നടന്നു? കൊല ചെയ്യപ്പെടുക വരെ ഉണ്ടായി. ഷഹീദിന്റെ കഥ പറഞ്ഞിട്ടല്ലേ നമ്മൾ ആവേശം കൊള്ളിച്ചിരുന്നത്? ഇവിടെ മദ്രസകൾക്ക് ഇടച്ചുമരുകൾ വെച്ചു. ഏതെല്ലാം മഹല്ലുകളിൽ ഊരുവിലക്കുകൾ ഉണ്ടായി. പുറത്താക്കലുകളുടെ ഘോഷയാത്ര തന്നെ ഉണ്ടായി. ഈ കേരളം ഇളകി മറിഞ്ഞില്ലേ? ഇവിടെ ബാപ്പയും മകനും തെറ്റിയില്ലേ? ഭാര്യയും ഭർത്താവും വേറെയായില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. എന്തിനധികം നിങ്ങളുടെ ഉസ്താദായ കണ്ണിയത്ത് ഉസ്താദും അതുപോലെ ഇ.കെ. ഉസ്താദും മുശാവറയെ നയിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മുശാവറക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തത് മറന്നോ നിങ്ങൾ? ഞങ്ങളെ ഉപദേശിക്കാൻ വരട്ടെ. നിങ്ങളുടെ ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട ഗ്രാൻഡ് മുഫ്തി എ.പി. ഉസ്താദ് അദ്ദേഹത്തിന്റെ ഈ ആത്മകഥ എഴുതലോടുകൂടെ എത്ര കാലം അതിനെ എഴുതാൻ സമയമെടുത്തിട്ടുണ്ടോ അത്രേ കാലം അതിനെ വായിച്ചും കൊണ്ട് അതിനെ വായിപ്പിച്ചും കൊണ്ട് നല്ല രീതിയിൽ അതിനെ ചർച്ച ചെയ്ത് മനസ്സിലാക്കി ചർച്ച ചെയ്ത് ഇതിലേതാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്, ഏതാണ് കട്ട് ചെയ്യാനുള്ളത്, ഏതാണ് ഒഴിവാക്കാനുള്ളത്, ഇത് നമ്മുടെ ശിഷ്യന്മാർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനം ശിഷ്യന്മാർക്കും അതുപോലെ മുസ്ലിമീങ്ങൾ മൊത്തം മുസ്ലിമീങ്ങൾക്ക് ഏത് വിഭാഗമാണെങ്കിലും 2 വിഭാഗക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടെന്നതിൽ മനസ്സിലാകുന്നു. അതിനെ നല്ലപോലെ ചെക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാതെ പുറത്തിറക്കിയത് എന്ത് ഉദ്ദേശമാണ്? ഈ നല്ലതായിരിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. ആദ്യകാലത്തുണ്ടായ കുഴപ്പങ്ങളും അതെല്ലാം വിട്ട് അതിന്റെ ശേഷം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ എ.പി. ഉസ്താദിന്റെ പ്രവർത്തനം വളരെയേറെ വലുതാണ്, വളരെയേറെ ഉന്നതമായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ, കഴിഞ്ഞു പോയതായിരിക്കുന്ന നല്ല കാര്യങ്ങളല്ല, കഴിഞ്ഞു പോയ വിവാദങ്ങൾ ഇപ്പോൾ പുറത്തായി. അതിനെ വിമർശിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും ഇതുപോലെ ഉസ്താദന്മാർ തന്നെ, ഈ ഹസനിയെ പോലെ, ഹസനി ഉസ്താദിനെ പോലെ ഒരുപാട് ആൾക്കാർ അത് വിമർശിക്കാനും അതിനെ സംസാരിക്കാനും എല്ലാം കാരണമായി ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ ഈ ആത്മകഥ. അതിനാണ് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞത്, ഇത് വേണ്ടായിരുന്നു എന്ന് അവസാനം തോന്നിട്ടും കാര്യമില്ല. ആദ്യമേ അതിനെ കഴിവിന്റെ പരമാവധി എഡിറ്റ് ചെയ്ത് പുറത്തിറക്കേണ്ടതാണ്. ഇത് വളരെയേറെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ നിങ്ങൾക്കുമെന്ന് കരുതട്ടെ.
ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.